ഇന്ന് നമുക്കൊരു ക്വിക്ക് ഹോം റീസെറ്റ് ആവാം. റീസെറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഗെറ്റ് റെഡി വിത്ത് മീ കാണിക്കുന്നതെന്നല്ലേ. എനിക്ക് ഇതുപോലെ കുറച്ച് മണ്ടേനായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നൊരുങ്ങാൻ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് എവിടെ നിന്നാലില്ലാത്ത ഒരു മോട്ടിവേഷനൊക്കെ വരും. അതെന്താണെന്നറിയില്ല, പക്ഷെ എനിക്ക് വർക്കാകും. അങ്ങനെ മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എനിവേ ഫസ്റ്റ് ടാസ്ക് ജനലെല്ലാം തുറന്നിട്ടിട്ട് ഷീറ്റൊക്കെ ഒന്ന് മാറാം. ഇപ്പം പിള്ളേർ വേറെ കിടക്കുന്നതുകൊണ്ട് അവരുടെ ഷീറ്റും കൂടെ മാറേണ്ട അവസ്ഥയാണ്. അപ്പോൾ അത് ആദ്യം തന്നെ കഴുകാനിടാം. സോ ബാക്കിയെല്ലാം തീരുമ്പോഴത്തേനും ഇത് അലക്കി കഴിയും. പിന്നെ ഉണങ്ങാനിട്ട് ഇത് തന്നെ നമുക്ക് വീണ്ടും ബെഡ്ഷീറ്റിലോട്ട് വിരിക്കാം. So while this is getting washed and getting ready to be put up again, നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളിലോട്ട് ചെയ്യാം. ഞാൻ ബെഡിൻ്റെ അടിയിൽ എപ്പോഴും ഇതുപോലെ 1000 സാധനങ്ങൾ വരും. സോ ഒരു ലോങ് സ്റ്റിക്ക് എടുത്ത് അത് മൊത്തം ക്ലിയർ ഔട്ട് ചെയ്യും. ആൻഡ് പെറ്റ് ബെഡെല്ലാം പുറത്തിടും. പാവ മാക്സ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്താണ് ഇവിടെ കാണിക്കുന്നത്, എന്നെ ഉറങ്ങാൻ സമ്മതിച്ചൂടെ എന്നൊക്കെ. ഇതുപോലെ നമ്മൾ ഫേർണിച്ചറിൻ്റെ അടിയിൽ അക്യൂമുലേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, പൊടിയൊക്കെ നമ്മൾ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. സോ മാറ്റാൻ പറ്റാത്ത ഫേർണിച്ചർ ഇതുപോലെ ഒരു ലോങ് സ്റ്റിക്കും അല്ലെങ്കിൽ അത് മാറ്റി അതിൻ്റെ അകത്തു നിന്നൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. ഞാനിതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ പിള്ളേർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. സോ അവരും കൂടെ ഒക്കെ കൂടി എൻ്റെ കൂടെ. ഈ വീഡിയോ കണ്ടാൽ തോന്നും അവരാണ് പണി മൊത്തം ചെയ്തതെന്ന്. എവട്ടെ, വെറുതെ ഷോ ആണ്. അപ്പോൾ അവരവിടെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാനൊന്ന് ബാത്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. സോ എൻ്റെ ബാത്റൂം ക്ലീനിങ് ഈസ് നോർമലി എ സ്പ്രേ ആൻഡ് വൈപ്പ്. സോ ഗ്ലാസ്സിന് വേണ്ടി ഗ്ലാസ് ക്ലീനറും മറ്റേ സിങ്കും ഷെൽഫ് കൗണ്ടേഴ്സിനും ഒക്കെ ഒരു ഓൾ പർപ്പസ് സ്പ്രേ ഇട്ടാണ് വൈപ്പ് ഡൗൺ ചെയ്യുന്നത്. ആൻഡ് ഇനിയിപ്പോൾ പുതിയ ബെഡ്ഷീറ്റ് വിരിക്കാം. ഞാൻ വേക്കൻ ക്ലൗഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ആമസോണിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഡീപ്പ് പോക്കറ്റ് എന്ന് പറഞ്ഞ് കണ്ട ഒരു ബെഡ്ഷീറ്റാണ്. ഇത് ഫിറ്റഡ് ബെഡ്ഷീറ്റ് തന്നെയാണ്. ബട്ട് ഐ റിയലി ലൈക്ക് ഇറ്റ് ബിക്കോസ് ഇപ്പോൾ എനിക്കുള്ള ബെഡ്ഷീറ്റെല്ലാം അത്രയും ഫിറ്റിംഗ് അല്ല ടു ദ ബെഡ്. സോ ഐ കൈൻഡ് ഓഫ് ലൈക്ക് ദിസ് വൺ. ഇതിൻ്റെ കുറച്ചുകൂടെ കളേഴ്സ് മേടിക്കണം. അപ്പം ദ മാസ്റ്റർ ബെഡ്റൂം ഇസ് നൗ ഡൺ. ഇനിയിപ്പം ദി ടി വി റൂമാണ്. ഇതിൻ്റെ അകത്ത് കുറേ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ റൂമിൽ നിന്ന് മാറ്റി. ആൻഡ് ഐ എം ജസ്റ്റ് ഡൂയിങ് like a quick vacuum on the couch and on the carpet as well. ഇത് ലോങ് ലൈഫിൻ്റെ ഒരു സ്പോട്ട് ക്ലീനറാണ്. സോ ഇതുപോലെ സ്പോട്ട്സ് നമ്മൾ അത് സ്പ്രേ ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഡാംപ് ക്ലോത്ത് വെച്ച് വൈപ്പ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സ്പോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ്. ആൻഡ് ഫൈനലി ഗ്ലെൻ 20യുടെ ഒരു ആൻറ്റി ബാക്ടീരിയൽ സ്പ്രേയും കൂടെ അടിച്ചാൽ നല്ലൊരു മണവും ആ ഒരു ഫ്രഷ് ഫീലിങ്ങും വരും കാർപ്പറ്റ്സിന്. സോ അങ്ങനെ ഇന്നത്തെ റീസെറ്റ് ഇസ് ഡൺ. ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. ബൈ.